ഐഡിയ സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് നമ്മുടെ റെസ്പോൺസ് ഷീറ്റ്, അത് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും, അധികം താമസിയാതെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈലൂടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് മാർക്ക് ഇങ്ങനെ ഡിലീറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടാവാം ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ ABCDE അതിലൊന്നും ആ ആൻസർ ഇല്ലെങ്കിൽ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കീം ഒരു സിലബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സിലബസിൽ നിന്നല്ലാതെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കണത് എന്നുണ്ടെങ്കിലാണ് ഈ 2 കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നമ്മൾ മാത്സ് എടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻറ്റു, അതായത് 75 ആയിരിക്കുമല്ലോ, ഇൻറ്റു നമ്മൾക്ക് കിട്ടിയേക്കുന്ന മാർക്ക്. നമ്മൾ ചിലപ്പോൾ അതിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് 4 മാർക്ക് കിട്ടും, മൈനസ് മാർക്കാണ് ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക്, അപ്പോൾ അങ്ങനെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മളുടെ ആൻസർ ഷീറ്റ് എടുത്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മനുഷ്യനല്ല ചെയ്യുന്നത് കേട്ടോ, ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിഴവുകൾ വരാനുള്ള സാധ്യതയില്ല. മനസ്സിലാവുണ്ടോ? മനുഷ്യരാണെങ്കിൽ കുറച്ച് പിഴവുകൾ വരുമെന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു, പക്ഷേ ഇതിലങ്ങനെ ഒരു പിഴവുകളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് അറിയില്ല, അപ്പോൾ എന്തായാലും കുറവാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കുട്ടിയുടെ മാത്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ആൻസർ കീ എടുത്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടായിരിക്കും. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു മാർക്ക് ഇപ്പോൾ 100 കിട്ടിയെന്ന് വിചാരിക്കും, നമ്മൾ ചെയ്തപ്പോൾ നമുക്കൊരു 100 മാർക്ക് കിട്ടി. ആ 100 മാർക്ക് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ 75 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അപ്പോൾ 75 ഇൻറ്റു 100 രണ്ടും കൂടി ഗുണിക്കും. ഓക്കെ, അതിന് നമ്മൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് 75 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ 5-ാം തീയതിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഏകദേശം 3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര എണ്ണമുണ്ട്? 72 എണ്ണമാണുള്ളത് അല്ലേ? അപ്പോൾ ആ ഒരു 72 വെച്ച് ഡിവൈഡ് ചെയ്യും. ആ കിട്ടുന്ന മാർക്കാണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻറ്റു നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ഡിലീറ്റ് ചെയ്തിട്ട് ശേഷമുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മളിവിടെ 3 എണ്ണം ഡിലീറ്റ് ചെയ്ത് ബാക്കി 72 ആണ് നമ്പർ വരുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ആ ഒരു ആൻസർ ആയിരിക്കും നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് അതനുസരിച്ചിട്ട് കിട്ടും. പിന്നെ കുറേ പേര് ചോദിച്ചു 9-ാം തീയതിയാണ് കുറേ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്, അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ എൻട്രൻസ് കമ്മീഷൻ എടുക്കുമോ നമുക്ക് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് അതനുസരിച്ചിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.